ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ച് നല്ലൊരു ഹൽവ തയ്യാറാക്കാം. ഇതിനായിട്ട് ഹൽവ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം നല്ലവണ്ണം നെയ്യ് പുരട്ടിയ ശേഷം ഹൽവയ്ക്ക് നല്ല ഭംഗി കിട്ടാനായിട്ട് കുറച്ച് പംകിൻ സീഡ്സും ബാദാം അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഈ ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് തിള വരുമ്പോൾ 1/4 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം താഴ്ത്തി വെച്ച് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങും. ഇപ്പോൾ കുറുകി ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ ഉള്ളിലേക്ക് ഇതുപോലെ വലിയുമ്പോൾ അടുത്ത 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സുകൾ വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹൽവ പാനിൽ നിന്നൊക്കെ വിട്ട് ഇതുപോലെ ഉരുണ്ടുകൂടി വരുമ്പോൾ ഗ്യാസ് ഓഫാക്കി നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ഒതുക്കി കൊടുത്ത ശേഷം നമുക്ക് വെളിയിൽ തന്നെ 1 മണിക്കൂർ സെറ്റാകാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കസ്റ്റാർഡിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഹൽവയ്ക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.